ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് തൊട്ടടുത്തായിട്ടൊരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ബോട്ടിൽ വേണം, പിന്നെ ഉളന്നൂല് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള ബോട്ടിൽ വേണമെന്ന് വെച്ചാൽ എടുക്കാം. പിന്നെ ഞാനിവിടെ ആദ്യം പെയിൻറ്റ് ചെയ്ത ബോട്ടിലാണിത്. പിന്നെ വിചാരിച്ചു ത്രെഡ് വെച്ച് കവർ ചെയ്യാമെന്ന്. നമ്മൾ കുറേ പെയിൻറ്റിങ്സ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കാരണം ത്രെഡ് വെച്ച് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ത്രെഡ് വെച്ച് കവർ ചെയ്യുന്നത്. ഫുൾ ബോട്ടിൽ നമുക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്യാം. ഇനി നമുക്ക് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ മെയിൻ മെറ്റീരിയൽസ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മളെ വാട്ടർമെലൻ്റെ സീഡ്സ് വേണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മുളകിൻ്റെ തണ്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അത് കളർ ചെയ്യാൻ ആവശ്യമുള്ള കളേഴ്സ് വേണം, അക്രിലിക് പെയിൻറ്റ്സ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് വാട്ടർമെലൻ്റെ സീഡ്സ് ഞാനിവിടെ റെഡ് കളറാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് വെച്ചാൽ ആ കളർ ചെയ്തെടുക്കാം. നന്നായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുക. രണ്ട് ഭാഗവും നന്നായിട്ട് പെയിൻറ്റ് ചെയ്യണം. ഇത് തന്നെയാണ് നമ്മൾ ലീഫിനും എടുക്കുന്നത്. അപ്പോൾ കുറച്ച് എന്താ പറയുക, പച്ച കളറിലുള്ള പെയിൻറ്റും കൂടി, അതായത് ഗ്രീൻ കളറിലുള്ള പെയിൻറ്റും കൂടി ചെയ്തിട്ട് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ഈ മുളകിൻ്റെ തണ്ട് ഒന്ന് ഗ്രീൻ കളറിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. അത് ആ മുളകിൻ്റെ തണ്ടിൻ്റെ അവസാനം വരെ പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം, അതായത് ആ കുറച്ച് ഭാഗം മാത്രം ചെയ്താൽ മതി. താഴെ ഭാഗം വരെ ചെയ്യേണ്ട ആവശ്യമില്ല. കളർ ചെയ്തത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഈ മുളകിൻ്റെ തണ്ടിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. ഞാനിവിടെ ഫെവി ഗ്ലൂ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കളർ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വാട്ടർമെലൻ്റെ സീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. 1 by 1 ആയിട്ട് വെച്ച് കൊടുക്കുക. ഒരു പൂവിൻ്റെ ഷേപ്പിൽ അത് ഫുള്ള് കവർ ചെയ്തെടുക്കുക. ഒന്ന് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മറ്റൊരു തണ്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളെ കത്രിക ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിനെ വിടർത്തിയെടുക്കുകയാണ്. ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്, അപ്പോൾ മൊത്തമായിട്ടത് പൊട്ടിപ്പോവും. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം, അതായത് ജസ്റ്റ് ഒന്ന് കത്രിക ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിനൊന്ന് വിടർത്തിയെടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ കുറച്ചും കൂടി വലിയ ടൈപ്പായിട്ടുള്ള പൂ കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാനിവിടെ കുറച്ച് കമ്പ് എടുത്തിട്ടുണ്ട്. നമ്മളെ മരത്തിൻ്റെ ചില്ലയൊക്കെ ഉണ്ടാവില്ലേ, നമ്മളെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കമ്പ് എടുത്തിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കറണ്ട് ഇല്ലാത്ത കാരണം അത് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം തന്നെ കണ്ടില്ല, വോൾട്ടേജ് കുറവാണ്, അതുകൊണ്ടാണ് മങ്ങിയിട്ടിരിക്കുന്നത്. അപ്പോൾ അത് കാരണം അത് കാണിക്കാൻ പറ്റിയില്ല. ജസ്റ്റ് നിങ്ങളത് പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഞാനത് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ബോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ മരത്തിൻ്റെ ശാഖകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം
നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള വാട്ടർമെലൻ്റെ സീഡും പിന്നെ മുളകിൻ്റെ തണ്ടും വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള നമ്മളെ പൂ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ മുഴുവനായിട്ട് കളർ ചെയ്യേണ്ടെന്ന്, കാരണം നമ്മളവിടെ കട്ട് ചെയ്യും, അത് കാരണം മുഴുവനായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യേണ്ട. അതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എവിടേക്കാണോ പൂവ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് പൂ വെച്ച് കൊടുക്കാം. ഞാൻ പൂവും ലീഫും ഒക്കെ വെച്ച് ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണിത്. വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തൊരു ബോട്ടിലാട്ടാണ്. നമ്മളെല്ലാവരും കളയുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ബോട്ടിലാട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ടൊരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ചാനലുണ്ടെന്ന് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.